Hello friends, welcome to our channel Civil On. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്ന വേരിയസ് മൈനർ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചാണ്. ഓക്കെ, മൈനർ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം വളരെ ചെറിയ ഇൻസ്ട്രുമെന്റ്സ്, അത് നമുക്ക് ക്യാരി ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പർപ്പസിന് മാത്രം വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈറ്റിൽ സ്ലൈഡിൽ തന്നെ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഫിഗർ കാണാനായിട്ട് സാധിക്കും. അതും ഒരു മൈനർ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ ഏതാണ് ആ മൈനർ ഇൻസ്ട്രുമെന്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ആ ഒരു കമൻ്റ് ആയിട്ട് ഇടാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചും അപ്കമിങ് സ്ലൈഡിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടാം കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ മൈനർ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പഠിക്കുന്നത് വേറെ ഒന്നുമല്ല, ഫ്രഞ്ച് കർവാണ്. ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഈവൻ ഗ്രാഫിക്സിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിൻ്റെ ഒരു പർപ്പസ് വരുന്നത്. പക്ഷേ ഈവൻ നമ്മൾ സർവേയിങ്ങിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോണ്ടൂർ ലൈൻസ് ഡ്രോ ചെയ്യാനായിട്ടാണ്. ദി പ്രൈമറി പർപ്പസ് ഓഫ് ഫ്രഞ്ച് കർവ് ഈസ് റെഗുലർ കർവ്സ് വരയ്ക്കാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അടുത്ത ഒന്നാണ് ഹാൻഡ് ലെവൽ. ഹാൻഡ് ലെവൽ എന്ന് വെച്ചാൽ ജസ്റ്റ് ഫിഗർ ആയി തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുവിധം ഐഡിയ കിട്ടും എന്നിട്ടാണ് ഇൻസ്ട്രുമെൻ്റ് എന്നുള്ളത്. ഓക്കെ, ഒരു പോക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ലെവലിങ്ങിലാണ് അത് യൂസ് ചെയ്യുന്നത്, പേര് പോലെ തന്നെ. പിന്നെ റെക്കഗ്നൈസ് ആൻഡ് സർവേയിലാണ് നമ്മൾ യൂസ് ചെയ്യുക. കാരണം അക്യുറസി എന്ന് പറയുന്നത് അത്രയും ഉണ്ടാവുള്ളൂ. ഭയങ്കര നമ്മൾ തിയോഡലൈറ്റോ ഒക്കെ യൂസ് ചെയ്യുന്ന അത്ര അക്യുറസി ഒന്നും കിട്ടത്തില്ല. പാർട്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിനായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം: ബബിൾ ട്യൂബ്, മെറ്റൽ ട്യൂബ്, ക്രോസ് ഹെയർ, ഡയഫ്രം. അടുത്ത ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ABNEY ലെവൽ ഓർ ABNEY ക്ലിനോമീറ്റർ എന്നും പറയും. ABNEY ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു ഫിഗറിൽ തന്നെ ഈ ഇൻസ്ട്രുമെൻറ്റിൽ ഒരു പ്രൊട്രാക്ടർ പോലുള്ള ഒരു ഭാഗം കാണാം. ആംഗിൾ നമുക്ക് അതിൽ റീഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ആംഗിൾ ഓഫ് എലിവേഷനും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഗ്രാജുവേറ്റഡ് സർക്കിൾ ഉണ്ട്, അതിലാണ് ആ വെർനിയർ പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. 10 മിനിറ്റ് ആണ് ABNEY ലെവലിൻ്റെ ലീസ്റ്റ് കൗണ്ട് ആയിട്ട് വരുന്നത്. അടുത്ത ഇൻസ്ട്രുമെൻ്റ് ആണ് ഇന്ത്യൻ പാറ്റേൺ ക്ലിനോമീറ്റർ അഥവാ ടാൻജന്റ് ക്ലിനോമീറ്റർ. ഒരു സ്പെസിഫിക് കാറ്റഗറി ഓഫ് ക്ലിനോമീറ്റർ ആണ്. എന്തിൽ യൂസ് ചെയ്യുന്നത്? പ്ലെയിൻ ടേബിൾ സർവേയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 2 പോയിന്റിലെ എലിവേഷൻ അല്ലെങ്കിൽ ലെവൽ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് സാധിക്കും. അടുത്തൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഹീലിയോഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഏൻഷ്യൻ ടൈംസിൽ യൂസ് ചെയ്ത ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്തെന്നുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് സിഗ്നലിംഗ് ബൈ മൂവബിൾ മിറർ ദാറ്റ് റിഫ്ലക്ട്സ് ബീം ഓഫ് ലൈറ്റ് എസ്പെഷ്യലി സൺലൈറ്റ്. അതായത് ഒരു മിററാണ് സംഭവം, വേറെ ഒന്നുമല്ല. എസ്പെഷ്യലി ലൈറ്റുകളെ റിഫ്ലക്റ്റ് ചെയ്യാനാണ്, എസ്പെഷ്യലി സൺലൈറ്റിനെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് എന്താ ഹെലിയോഗ്രാഫ് എന്ന് പറയുന്നത്. അടുത്ത ഒന്നാണ് സൈലോൺ ഗെറ്റ് ട്രേസർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് നമുക്കറിയാം സൈലോൺ ഗെറ്റ് ട്രേസർ യൂസ് ചെയ്യുന്നത് കോണ്ടൂർ ഗ്രേഡിയൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അതിൽ മെയിനായിട്ട് ഉള്ള പാർട്സ് എന്ന് പറഞ്ഞാൽ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഒരു എ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ ഫ്രെയിം ഉണ്ട്. പിന്നെ ടെലസ്കോപ്പ് വിത്ത് ഗ്രാജുവേഷൻ, സ്ലൈഡിംഗ് വെയിറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കമ്പോണൻസ്. അടുത്ത ഒന്നാണ് പ്ലാനിമീറ്റർ. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണിത്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഒരു ഇറഗുലർ ബൗണ്ടറീസിൻ ഒരു പ്ലാനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇറഗുലർ ബൗണ്ടറീസിൻ്റെ ഏരിയ മെഷർ ചെയ്യാനായിട്ടാണ് പ്ലാനിമീറ്റർ യൂസ് ചെയ്യുന്നത്. ആംസ്റ്റർ പോളർ പ്ലാനിമീറ്റർ വാസ് കോമൺലി യൂസ്ഡ് ഏർലിയർ. ആദ്യം യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്ലാനിമീറ്ററിന് പേരാണ് ആംസ്റ്റർ പോളർ പ്ലാനിമീറ്റർ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ പ്ലാനിമീറ്റേഴ്സ് ആണ് നവഡേയ്സ് യൂസ് ചെയ്യുന്നത്. 2 ആംസ് ആണ് ഇതിനുള്ളത്. ഫിഗറിൽ നോക്കാം. ഒന്ന് അതിൽ മാർക്ക് ചെയ്തിട്ടുള്ള പോലെ ട്രേസർ ആം, രണ്ടാമത്തേതാണ് പോൾ ആം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൽ ഒന്ന് മൂവബിളും ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാനാണ്. അതിൽ നിങ്ങൾക്ക് കാണാം ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അതാണ് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. ഫിക്സഡ് പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാനിമീറ്ററിൻ്റെ മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റ് വരുന്നത് 2πRL ആണ്. ഓക്കെ, ഇതൊരു PSC എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റ് ഒരു പ്ലാനിമീറ്ററിൻ്റെ എന്താണെന്ന് ജസ്റ്റ് 2πRL എന്ന് പഠിച്ചു വയ്ക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് പെൻഡഗ്രാഫ് അല്ലെങ്കിൽ എഡിയോഗ്രാഫ് എന്ന് പറയും. ഓക്കെ, പെൻഡഗ്രാഫിൻ്റെ ചെറിയൊരു എന്താ പറയുക അഡ്വാൻസ് ഫോം എന്ന് വേണമെങ്കിലും പറയാം എഡിയോഗ്രാഫിന്. പക്ഷേ പർപ്പസ് രണ്ടിനും സെയിം തന്നെയാണ്. പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഒരു മാപ്പ് അല്ലെങ്കിൽ മാപ്പല്ല, ഒരു എന്താ പറയുക, അതെ, മാപ്പ് എൻലാർജ് ചെയ്യാനും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ എന്ത് മെയിൻ യൂസ് ചെയ്യണത്? പെൻഡഗ്രാഫ് യൂസ് ചെയ്യുന്നത്. എൻലാർജിങ് ഓർ റെഡ്യൂസിങ്
or reproducing plants ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. സിമിലർ ട്രയാങ്കിൾസ് ആണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തൊന്നാണ് ഫോട്ടോ തിയോഡലൈറ്റ്. ഫോട്ടോ തിയോഡലൈറ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അതായത് ഒരു ക്യാമറ, തിയോഡലൈറ്റിന് കൂടെ ഒരു ക്യാമറ കൂടി അഡീഷണൽ ആയിട്ട് ഉണ്ടാവും. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാമെട്രിയിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു അത്. പിന്നെ മൈനിങ് ഡയൽ ഉണ്ട്, കോമ്പിനേഷൻ ഓഫ് തിയോഡലൈറ്റ് ആൻഡ് സർവേയർ കോമ്പസ്. സർവേയർ കോമ്പസിൻ്റെ തിയോഡലൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അടുത്തത് ബ്രണ്ടൺ കോമ്പസ്. ബ്രണ്ടൺസ് കോമ്പസ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് കോമ്പസ് ആൻഡ് ക്ലിനോമീറ്റർ. ഓക്കെ, കോമ്പസിന് ക്ലിനോമീറ്ററിന് ഒരു കോമ്പിനേഷനാണത്. അടുത്തതാണ് സെക്സ്റ്റൻറ്റ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. സെക്സ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ ആംഗിളും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ് സെക്സ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ആംഗിൾ ക്യാൻ ബി മെഷർഡ് അപ് ടു 120 ഡിഗ്രി വിത്ത് 10 മിനിറ്റ് അക്യുറസി. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആംഗിൾ, എത്ര ആംഗിൾ വരെ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. 120 വരെയാണ് അതിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. 10 മിനിറ്റ് ആണ് അതിൻ്റെ അക്യുറസി വരുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡബിൾ റിഫ്ലക്ഷനും ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് എല്ലാവരും. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് സെക്സ്റ്റൻ്റ് ആണ് ബോക്സ് സെക്സ്റ്റൻറ്റ്. ബോക്സ് സെക്സ്റ്റൻറ്റ്, ഓക്കെ, അതൊരു പോക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ അത് ചെയിൻ സർവേ, പ്ലെയിൻ ടേബിൾ സർവേനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ബോക്സ് സെക്സ്റ്റൻറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്. അതുപോലെ തന്നെ നോട്ടിക്കൽ സെക്സ്റ്റൻറ്റ് ഉണ്ട്, എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ നാവിഗേഷൻ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഈസ് സൗണ്ടിങ് സെക്സ്റ്റൻറ്റ്. അത് എന്ന് പറയുന്നത് ഹൈഡ്രോഗ്രാഫിക് സർവേയിലാണ് നമ്മൾ സൗണ്ടിങ് സെക്സ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന മൈനർ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ സർവേയിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പോയിന്റ്സ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.